നമുക്കില്ലേ ഇന്ന് പച്ചമാങ്ങ ഇട്ടിട്ട് ഫിഷ് ഗ്രില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൊടും ചൂടത്തിന് ഗ്രില്ലെടുപ്പ് എടുത്ത് നിങ്ങൾ പുറത്തൊന്നും പോകണ്ട. നമുക്ക് നമ്മുടെ അടുക്കളയിലെ ഗ്യാസ് അടുപ്പിൽ തന്നെ ഇത് ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ബരക്കുട ഫിഷാണ് കേട്ടോ. നാട്ടിലെൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മീൻ ഏതാണോ അതെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന മീൻ ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് കേട്ടോ. പിന്നെ ഇതിന് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം മീനെടുത്ത് നല്ലതുപോലെ കഴുകിയ ശേഷം അതിൻ്റെ പുറത്ത് ഒന്ന് വരഞ്ഞു കൊടുക്കുക, രണ്ട് സൈഡിലും വരഞ്ഞു കൊടുക്കണേ. ഇനി അതിൻ്റെ മസാലയ്ക്കായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഒരു നാരങ്ങയുടെ നീര്, ഉപ്പ് ഇതെല്ലാം കൂടി മിക്സാക്കി മീനിൽ പുരട്ടണം. ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കുക. ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. നല്ല പുളിയുള്ള ഒരു പച്ചമാങ്ങ, അതാണല്ലോ ഇതിൻ്റെ ഹൈലൈറ്റ്. ഒരു ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ഒരു ഹാഫ് നാരങ്ങാനീരും ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ മീനിലേക്ക് വെച്ചിരുന്ന ആ മസാല ഇല്ലേ, അതായത് മീനിൽ പുരട്ടാൻ വെച്ചിരുന്ന മസാല, അത് ബാക്കിയുള്ളത് എടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഫോയിൽ പേപ്പർ വിരിച്ച് ആദ്യം വെജിറ്റബിൾസ് നിരത്തി കൊടുക്കണം. അതിന് മുകളിലായി ഫിഷ് വയ്ക്കുക. ഇനി മീനിൻ്റെ മുകളിലായി ബാക്കിയുള്ള മിക്സും എല്ലാം കൂടി നല്ലപോലെ വെച്ച് നല്ല ഒതുക്കി സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഞാനിവിടെ ഒരു 2 പീസ് ഫോയിൽ പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായി പൊതിഞ്ഞെടുത്ത ശേഷം BBQ ഗ്രില്ലിൽ വെച്ച് കൊടുക്കണം. ഇനി അടുപ്പിലേക്ക് വെക്കുന്ന സമയത്ത് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. തീ കൂട്ടാനേ പാടില്ല കേട്ടോ. അറിയാലോ, തലയിലും വാലിലും ഒക്കെ ഈ തീ എത്തണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റിയും തിരിച്ചും ഒക്കെ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഒരു 20 മിനിറ്റ് ഒക്കെ മതി കേട്ടോ. അപ്പോഴേക്കും ഫിഷ് റെഡിയാവും. തീരെ ഓയിൽ യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇതിൽ എനിക്ക് പറ്റിയൊരു ഫ്ലോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി കൂടിപ്പോയി. സത്യം പറഞ്ഞാൽ എടുത്ത് വായിലോട്ട് വെച്ചപ്പോഴത്തേക്കും എൻ്റെ അണ്ടകടാകം വരെ കത്തിപ്പോയി കേട്ടോ. അത്രയ്ക്ക് എരി ഉണ്ടായിരുന്നു. എരി ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ മീൻസ് മുളക് പൊടി ഒന്ന് നോക്കിയും കണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടാണ്. എൻ്റെ ചുണ്ടിൻ്റെ സൈഡൊക്കെ കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു പ്രോഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അത്രേ ഉള്ളൂ. ചാച്ച കേട്ടോ. ചാച്ച ബൈ ബൈ.